കോഴിക്കോട് കായക്കൊടി ഗ്രാമപഞ്ചായത്തിൽ ഭൂചലനമുണ്ടായതായി നാട്ടുകാർ 4-5 വാർഡുകളിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് പ്രദേശവാസികൾ അധികൃതരെ അറിയിച്ചത്. സ്ഥലത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധന നടത്തും. എള്ളിക്കാംപാറ, കാവിന്റെടുത്ത്, പുന്നത്തോട്ടം, കരിമ്പാലക്കണ്ടി, പാലോളി തുടങ്ങി 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദു, ഇത് ഏതൊക്കെ മേഖലകളിൽ ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്? നന്ദു ഇപ്പോൾ അവിടെയുണ്ട്. നാട്ടുകാരുമായൊക്കെ ഒന്ന് സംസാരിക്കാമോ? അവരെന്താണ് ഇന്നലെ അനുഭവപ്പെട്ടതെന്നൊക്കെ പങ്കുവയ്ക്കുകയാണെങ്കിൽ നന്നായിരുന്നു. തീർച്ചയായും വല്ലാത്തൊരു ആശങ്കയിലാണ് ഈ കായക്കൊടിയിലുള്ള നാട്ടുകാരൊക്കെ. 2 തവണയാണ് ഇത്തരത്തിലൊരു അനുഭവം ഇവർക്കുണ്ടായത്. അതായത് ഒരു ദിവസം മുൻപ് രാവിലെ 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ശബ്ദം ഇവിടെ ഉണ്ടായത്, ഒരു പ്രകമ്പനം ഉണ്ടായി എന്നുള്ളതും നാട്ടുകാർ പറയുന്നു. തുടർന്ന് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി വീണ്ടും ഇത്തരത്തിലൊരു ചലനം അനുഭവപ്പെട്ടു. ഈ വീട്ടിൽ ഉൾപ്പെടെയുള്ളവർ ഏതാണ്ട് ഈ കായക്കൊടി മേഖലയിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്. അപ്പോൾ ഈ വീട്ടിലുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. വല്ലാത്തൊരു ഭയത്തിലേക്ക് ആളുകൾ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. ഇപ്പോഴും ഇവർക്ക് ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ കലക്ടർ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജിയോളജി വകുപ്പിൽ ഉൾപ്പെടെ അധികൃതർ ഇവിടെ എത്തി ഒരു പരിശോധന നടത്തും. എന്താണ് ഇത്തരത്തിലൊരു അനുഭവം, ഭൂചലനമാണോ എന്നുൾപ്പെടെയുള്ള ഒരു സ്ഥിരീകരണത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ജിയോളജി വകുപ്പിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ ഇങ്ങോട്ട് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിരന്തരം ഇവിടെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയുന്നത് പോലെ ഇവിടെ ഒരു ചേച്ചിയുണ്ട്, ഇവരുടെ കാലിന് പരിക്ക് പറ്റിയ നിലയിലാണ്. ഇവരിങ്ങനെ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഈ ഒരു ഭൂചലനം ഉണ്ടായത്. അപ്പോൾ ഇവർ പോലും ഭയന്ന പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ചെറുതായിട്ടൊരു ജെർക്കിങ് പോലെ അത് അനുഭവപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് വരികയായിരുന്നു? ഈ സമീപത്തുള്ള ആളുകളൊക്കെ ഇതേ അവസ്ഥയിലാണ് പുറത്തേക്ക് വന്നത്. അമ്മ, ഇന്നലെ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഭയന്നു പോയോ? ഭയന്നുപോയി, പേടിച്ചു പോയി, എല്ലാരും പേടിച്ച്. ഇന്നലെ എന്താ ഉണ്ടായത്? ഇന്നലെ ഒരു ശബ്ദം, പെട്ടെന്നൊരു ശബ്ദം വന്ന്, അപ്പോ ഇവിടെ ഞാൻ ഈ കസേലയിൽ ഇരിക്കുന്നതിന് അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിക്കും എന്റെ തലയിലേക്ക് എന്തോ മോളിൽ നിന്ന് ഇങ്ങനെ വന്ന് വീഴുന്ന അടിക്കും പോലെ എനിക്ക് തോന്നിയത് പെട്ടെന്ന്. അപ്പൊ ഇവിടെ നിന്ന് എണീറ്റ് ഞാൻ പെട്ടെന്ന്, അപ്പൊ ഈ മോളും അകത്തുനിന്ന് തുള്ളി ഓടി വന്ന് അപ്പൊ ഈ കസേല ഇളകി. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ മെമ്പറെ വിളിച്ച്, 5-ാം വാർഡ് മെമ്പറാണ് റീജ എം. അപ്പൊ മെമ്പറെ വിളിച്ച് മെമ്പറോട് കാര്യങ്ങൾ പറഞ്ഞ്, മെമ്പറെ ഇന്നലെ 7:30 മണിക്കുള്ളതുപോലെ തന്നെ ഇന്നും അനുഭവപ്പെട്ടിട്ടുണ്ട് മെമ്പറെ, നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ച്. മെമ്പർ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് പറയാന്നാണ്. ഇപ്പൊ മെമ്പർ പെട്ടെന്ന് ഇവിടെ വന്ന് മെമ്പർ എല്ലാവരും ഇവിടെ വിളിച്ചു വരുത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം വിളിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും അനുഭവപ്പെട്ടിനെന്ന് പറഞ്ഞു.